പൗലോസിനെ റീത്താമ്മ വിളിക്കാണ്. എന്തായി പൗലോസെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ? നീ പിണങ്ങിപ്പോയെന്നറിഞ്ഞു, എന്നിട്ട് തിരികെ വന്നുല്ലേ? അതെ, എന്ത് ചെയ്യാനാ, പോയ സ്ഥലത്തെങ്ങും നല്ലൊരു ജോലി കിട്ടിയില്ല. അതുമാത്രമല്ല, ഈ ശമ്പളത്തിന് വേറെ എവിടെ കിട്ടില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാനങ്ങ് തിരികെ പോന്നു. നിനക്ക് നാണമില്ലേ അവളുടെയൊക്കെ മുമ്പിൽ നിന്ന് തൊഴുതു നിൽക്കാനായിട്ട്? പിന്നെ എന്ത് ചെയ്യാനാ റീത്താമ്മച്ചി, ഞാൻ അവിടെ വന്നാ എനിക്ക് ജോലി തരുമോ? പിന്നെ ഇവിടെ എനിക്കതല്ലേ നേരം, അതിനല്ലേ എൻ്റെ സമയം എന്ന് ചോദിക്കുമ്പം അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അല്ല, അപ്പൊ നിന്റെ ഉദ്ദേശം എന്താ? അവൾ പറഞ്ഞ അനുസരിച്ച് പഞ്ചപുച്ഛവും അടക്കിക്കൊണ്ട് അവളുടെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കാനാണോ? റീത്താമച്ചി, എന്നെ അങ്ങനൊന്നും അവൾക്ക് പറഞ്ഞേക്കാൻ പറ്റില്ല. ഞാൻ പോയെങ്കിലേ അവളുള്ള ദേഷ്യം വിട്ട് പോയത് തന്നെയാണ്. പക്ഷെ തിരിച്ചു വന്നെങ്കിലേ എൻ്റെ മനസ്സിൽ വ്യക്തമായ ഒരു പ്ലാനുണ്ട്. അവളെ അങ്ങനെ ഞാൻ വെറുതെ വിടില്ല. എല്ലാവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തി തല കുനിപ്പിച്ച് ഇവിടുന്ന് പറഞ്ഞേച്ചവളല്ലേ. അവളെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം. അവളിനി ഈ ഭൂമി ലോകത്ത് നേരെ നിന്ന് നടക്കില്ല എന്ന് പറയുമ്പം എന്താ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതൊക്കെയുണ്ട്. എന്നോട് കളിച്ച അവക്ക് ഞാൻ ശരിക്കൊരു പണി കൊടുക്കും. ഒന്നുമില്ലെങ്കിൽ കയ്യും കാലെങ്കിലും ഒടിഞ്ഞ് എൻ്റെ മുമ്പിൽ അവളെ കിടക്കുന്നത് എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ റീത്തമ്മ പറയാണ്, നമ്മൾ രണ്ടുപേരും ശത്രു ഒന്നല്ലേ, അപ്പൊ നമുക്ക് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കാണ്. അപ്പൊ പൗലോ പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വന്ന പാടെ അവളുടെ മുഖത്തെ ഒരു പുച്ഛം കാണുമായിരുന്നു. നാണമില്ലല്ലോ തിരിച്ചു വന്നത് എന്നാണ് അവൾ ചോദിക്കാതെ ചോദിച്ചത്. എനിക്കിത് മനസ്സിലായി. എല്ലാവരുടെ മുമ്പിൽ ഒരു നാണം കിട്ടവനായിട്ട് ഞാൻ നിൽക്കേണ്ടി വന്നെങ്കിൽ അതിന് കാരണക്കാരി അവൾ ഒറ്റയെടുത്തിയാ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ സാബിൻ്റെ കൂടെ ഉള്ളതാ. ഇന്നേ വരേക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ സന്തോഷമായിട്ട് ഇവിടെ അടിച്ചു പൊളിച്ച് കഴിയായിരുന്നു. അതിനിടയ്ക്ക് വന്ന് കയറി എല്ലാം അലമ്പാക്കി. ഞങ്ങളുടെ വരുമാനം നശിപ്പിച്ചു. ഞങ്ങളെല്ലാം സാബിന് മുമ്പിൽ കള്ളന്മാരാക്കി. അവളെ വെറുതെ വിടില്ല. എനിക്ക് മാത്രമല്ല, ബൈജുവിനും അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പിന്നെ ആൻ്റപ്പച്ചേട്ടൻ്റെ കാര്യം അറിയാലോ, പുള്ളി ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല. അവളൊന്ന് കരഞ്ഞു കാണിച്ചപ്പോൾ അയാളങ്ങ് മയങ്ങി. അയാളിപ്പോൾ അവളുടെ സൈഡാ. പക്ഷെ ബൈജു അങ്ങനല്ല. ബൈജുവിൻ്റെ വരുമാനം നിലച്ചല്ലോ. അതുകൊണ്ട് ബൈജു എൻ്റെ കൂടെ തന്നെയുണ്ട്. എന്ത് ചെയ്യാനും അവനും മടിക്കില്ല എന്ന് പറയുമ്പോൾ റീത്ത പറയാണ്, നമുക്ക് അവളെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ? അയ്യോ റീത്താമ്മച്ചി, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല. ഒന്നെങ്കിൽ അവളൊന്ന് വീണ് കിടപ്പിലാവുക, അത്രയൊക്കെ ഉള്ളൂ എൻ്റെ പോനെ. അല്ല ഒന്നും ചെയ്യാനൊന്നും ഈ പൗലോസിനെ കിട്ടില്ല. ആ കേണൽ സാവലിൻ്റെ റിവോൾവറൊക്കെ റീതാമ്മ ചേച്ചി കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അത് ഒന്ന് കാണാം. പണ്ടൊരിക്കൽ നിങ്ങളുടെ ഏട്ടനെ തന്നെയല്ലേ ഒരു തോക്കിൻ്റെ കൊള്ളിന് മുമ്പിൽ നിർത്തിച്ചത്? കുറേ നേരം ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ സ്ഥലത്തില്ലായിരുന്നോണ്ട് ആരെങ്കിലും കാണാൻ പറ്റിയില്ല. പക്ഷെ ആൻ്റപ്പൻ ചേട്ടൻ പറഞ്ഞൊക്കെ എനിക്കറിയാം. അതുപോലെ അങ്ങേർക്ക് ലൈസൻസുള്ള തോക്കുകളുണ്ട്. അതിലൊരെണ്ണം എടുത്ത് പൊട്ടിച്ചാലേ എൻ്റെ കഥ അവസാനിച്ചു. ഇതിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആരാ ഉള്ളത് എന്ന് ചോദിക്കാണ്. എടാ പൗലോ, നീ ഇങ്ങനെ പേടിച്ചാലോ? എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പതിയെ നമുക്ക് നൈസായിട്ട് തന്നെ ഒതുക്കി തീർക്കാം. അല്ല, അവൾ അത്താഴത്തിന് സാധാരണ എന്താ കഴിക്കുക? അവള് ചോറും മോരുകറിയും, ചിലപ്പോൾ ഒരു ചിക്കൻ പീസ് കഴിക്കും. അല്ലാതെ വേറൊന്നും കഴിക്കാറില്ല. അല്ല, അവള് ചപ്പാത്തി ഇഡ്ഡലി അങ്ങനെ വേറെന്തെങ്കിലും കഴിക്കാറുണ്ടോ? ഇല്ലെന്നേ. അവള് തന്നെയല്ലേ ഇപ്പൊ പാചകമൊക്കെ. ഞാനും കൂടെ സഹായിക്കുന്നേ ഉള്ളൂ. അപ്പോ നീ ഇപ്പോ അടുക്കള അങ്ങനെ ശരിക്കും കയറാറില്ലേ? ഉണ്ട്, ഞാൻ എല്ലാം ചെയ്യും. എങ്കിലും അവളുടെ മേൽനോട്ടത്തിൽ വേണം എല്ലാം ചെയ്യാനായിട്ട്. അവക്കും എല്ലാം ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കേണൽ സാബിനിപ്പം എൻ്റെ ഫുഡിനെക്കാട്ടിലും അവളുടെ ഫുഡാണ് ഇഷ്ടം. അപ്പച്ചനും അങ്ങനെ തന്നെ. അതെന്താ അയാളിപ്പോൾ അവിടുന്ന് പോവാത്തത്? അവിടെ തന്നെ കുറ്റിയടിച്ച് നിൽക്കുകയാണോ? പിന്നല്ലാതെ അയാളുടെ ചിന്നമ്മ ജയിനോട് വന്നാന്നും പറഞ്ഞുകൊണ്ട് അയാൾ എപ്പോഴും ആ കൊച്ചിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. അതുകൊണ്ട് ആ കിച്ചൻ്റെ കീഴിൽ നിന്ന് മാറത്ത് പോലും ഇല്ല. അല്ലടാ, നാളെ അങ്ങ് നാട്ടിലേക്ക് പോകുന്നുണ്ടോ? ഉണ്ട്, നാളെ രാവിലെ അത് കുടിച്ചാൽ നാട്ടിലേക്ക് പോവാ. എങ്കിൽ ഇത് തന്നെയാണ് പറ്റിയ അവസരം. എന്താ റീത്താമ്മച്ചി ഉദ്ദേശിക്കുന്നേ? നാളെ വൈകുന്നേരം ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നടപ്പിലാവണം. സ്റ്റാലി സാധാരണ രാത്രി എന്താ കഴിക്കാറുള്ളത്? അത് പിന്നെ 2 ചപ്പാത്തി, ഒരു ചിക്കൻ പീസ്, 2 ഓംലെറ്റ് അതേ കഴിക്കാറുള്ളൂ. അയാൾ ചോറുണ്ടില്ലല്ലോ? ഇല്ല, ചോറുണ്ണാറില്ല.
അതുപോലെ ചോറിൻ്റെ കറികളോ? ഇല്ല, കഴിക്കാറില്ല റീത്താമ്മച്ചി. എന്താ കാര്യം? അങ്ങനെ റീത്ത ഒരു കാര്യം പറഞ്ഞു കൊടുക്കാണ്. അയ്യോ റീത്താമ്മച്ചി, എനിക്ക് പേടിയാ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഇവിടെ എന്തെങ്കിലും ചെയ്താൽ അത് ഞാനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതോടുകൂടി എൻ്റെ പണി തീരും. ഇല്ലടാ പൗലോ, ഒന്നും അറിയാൻ പോകുന്നില്ല. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, അതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആവാണ് അവധക്കുട്ടി പുനലൂർക്ക് പോകുന്നുണ്ട്. രാത്രിയിൽ അത്താഴത്തിന് വേണ്ടിയുള്ള എല്ലാം പൗലോസ് റെഡിയാക്കുന്നുണ്ട്. അതുപോലെ പൗലോ പറയാണ്, കുഞ്ഞുള്ള ഭക്ഷണമെല്ലാം ഇന്ന് കുഞ്ഞുണ്ടാക്കിക്കോ, ഞാൻ സാബിനുള്ള ഉണ്ടാക്കാം. പപ്പയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഇഷ്ടമെന്ന് പൗലോസിന് അറിയില്ലേ? എങ്കിലേ മോള് തന്നെ ഇതെല്ലാം ഉണ്ടാക്കാവോ? എനിക്ക് കാലിന് നല്ല വേദനയുണ്ട്, ഞാൻ കുറച്ചു നേരം പോയി കിടന്നോട്ടെ എന്ന് ചോദിക്കുമ്പം അതിനെന്താ, ഇത്ര ഫുഡൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പൗലോസേട്ടൻ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. ശരി കുഞ്ഞെ എന്നും പറഞ്ഞുകൊണ്ട് പൗലോസ് പോയി ഔട്ട് ഹൗസിൽ പോയി കിടക്കാണ്. ഈ സമയത്ത് അലീന പപ്പയ്ക്കുള്ള ചിക്കൻ ഫ്രൈയും എഗ് ഓംലെറ്റും അതുപോലെ ചപ്പാത്തിയും, പിന്നെ അലീനയ്ക്കും ഔസേപ്പിനും ബാക്കി എല്ലാവർക്കും വേണ്ടിയുള്ള ചോറ്, മോരുകറി, തോരൻ അങ്ങനെല്ലാം റെഡിയാക്കാണ്. അലീന സാധാരണ രാത്രിയിൽ ചോറും മോരും ഒക്കെയാണ് കഴിക്കാറ്, വേറൊന്നും കഴിക്കാറില്ല. അങ്ങനെ അലീന എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പപ്പയെ വിളിക്കാനായിട്ട് പോകണുണ്ട്. അങ്ങനെ ഇവർ കഴിച്ചതിൻ്റെ ബാക്കിയുള്ള ആഹാരമായിരിക്കും അവരെല്ലാം കഴിക്കുക. ആലീനയും അതുപോലെ സ്റ്റാലിയുമാണല്ലോ ആദ്യം കഴിക്കുന്നത്, മിച്ചമുള്ളത് ഇവരും കഴിക്കും. അങ്ങനെ ഹാളിലേക്ക് ടേബിളിലേക്ക് എല്ലാം കൊണ്ടെത്തിക്കുന്നുണ്ട്. അങ്ങനെ അലീനയും സ്റ്റാലി ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. ആഹാരം കഴിക്കുമ്പോൾ അലീന മോരുകറിയും തോരനും ചിക്കനും അങ്ങനെ എല്ലാം ഇച്ചിരിച്ചെടുത്ത് ചോറിനാണ്. സ്റ്റാലി സമയത്ത് ചപ്പാത്തിയും കഴിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കഴിച്ചിട്ട് ഗുഡ് നൈറ്റ് ഒക്കെ പറയാണ്. അലീന ഈ ആഹാരമെല്ലാം അടുക്കളയിലേക്ക് കൊണ്ടുവെക്കാണ്. ബൈച്ചേട്ടാ, പൗലോസേട്ടാ, ആലപ്പൻ ചേട്ടാ എന്നും പറഞ്ഞെല്ലാവരും വിളിക്കുന്നുണ്ട്. നിങ്ങളിനി ആഹാരം കഴിച്ചോളൂല്ലേ, എനിക്കെന്തോ ഒരു ക്ഷീണം പോലെ, ഞാൻ വന്ന് കിടക്കട്ടെ എന്ന് പറയുമ്പം മോള് പോയിക്കോ, ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു 3 പേരും അടുക്കളയിൽ നിന്നുകൊണ്ട് ആഹാരമെല്ലാം കഴിക്കാണ്. ആഹാരമെല്ലാം കഴിച്ചോണ്ടതിനെ എന്തോ ഒരു സൗണ്ട് കേൾക്കാണ്. സ്റ്റാലിയും എന്തോ സൗണ്ട് കേൾക്കുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് വരുന്നുണ്ട്. പപ്പ എന്നൊരു വിളി മാത്രമേ സ്റ്റാലിന് കേൾക്കുന്നുള്ളൂ. ആൻ്റപ്പ എന്ന് ഉറക്കെ വിളിക്കുമ്പം എന്താ സാബ് എന്ന് ചോദിക്കാണ്. അലീന എവിടെ എന്ന് ചോദിക്കുമ്പം മുറിയിൽ കാണും സാബ്, ഞാൻ കഴിക്കായിരുന്നു. അപ്പോഴേക്ക് സ്റ്റാൻലി ഓടി മുറിയിലേക്ക് ചെല്ലാണ്. അകത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്ക് സ്റ്റാൻലി തട്ടിത്തട്ടി തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പൗലോസും ബൈജുവും ആൻ്റപ്പനും വന്ന് എന്താ സാബ് എന്ത് പറ്റും ചോദിക്കുമ്പോൾ മോള് പപ്പാന്ന് വിളിച്ച പോലെ തോന്നി. പിന്നെ കഥന വിട്ടിട്ട് തുറക്കുന്നില്ല. കഥന ശക്തിയായിട്ട് സ്റ്റാൻലി ചവിട്ടുമ്പോഴേക്കും കഥക് പൊളിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് നോക്കുമ്പം അലീന ചോര ഛർദ്ദിച്ച് കാറിൽ കിടക്കാണ്. അലീന മോളെ എന്താ പറ്റിയത് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. പപ്പ എന്ന് മാത്രം അലീന വിളിക്കാണ്. മോളെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ സ്റ്റാലി ബൈജു വണ്ടി ഇറക്കുമെന്ന് പറയാണ്. ബൈജു പെട്ടെന്ന് പ്ലേറ്റ് വെച്ച് കൈ കഴിയുന്ന ശേഷം വണ്ടിയിലോട്ടേക്ക് ഓടുകയാണ്. അങ്ങനെ വണ്ടി ഇറക്കുമ്പോഴേക്കും സ്റ്റാലി അലീനെ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട്. അപ്പോഴേക്കും അലീന സ്റ്റാലിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പപ്പാന്ന് വിളിക്കാണ്. അവളുടെ വായനുള്ള ചോര സ്റ്റാലിയുടെ ഷർട്ടിലേക്ക് പറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറ്റിയതിന് ശേഷം ബൈജു വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാലിയുടെ മടിയിൽ തലവെച്ച് അലീന ഇങ്ങനെ കിടക്കായിരിക്കും. പതിയെ പതിയെ അലീനയുടെ ബോധം മറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ സ്റ്റാലിക്ക് വല്ലാത്ത ഭയം തോന്നുകയാണ്. അപ്പോഴേക്കും ആൻ്റപ്പൻ ചോദിക്കാണ് നമ്മുടെ പൗലോസിനോട്, കുട്ടിക്ക് എന്താ പറ്റിയത്? ഒരു കുഴപ്പമില്ലാതെ മുമ്പേ ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാണല്ലോ, പിന്നെ പെട്ടെന്ന് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പം ആർക്കറിയാം. അല്ല, വായനൊക്കെ ചോര വരുന്നുണ്ടായിരുന്നു. ഇനി വല്ലോ അസുഖം സംഭവിച്ചാണോ, വേറെ എന്തെങ്കിലും കുഴപ്പമാണോ, ഈശ്വര ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പം പൗലോസ് പറയാണ് ആർക്കറിയാം എന്താ സംഭവിച്ചതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് അയാള് കറികളെല്ലാം മിച്ചമുള്ളതെല്ലാം കളഞ്ഞ് പാത്രമൊക്കെ കഴുകി വെക്കുകയാണ്. അങ്ങനെ പ്ലേറ്റെല്ലാം കഴുകി തിരിച്ച് അടുക്കി വെക്കുന്നുണ്ട്. വെച്ച കറികളെല്ലാം മിച്ചം അവിടെ തന്നെ എടുത്തെടുത്ത് വെക്കുകയാണേ. അതിനുശേഷം പൗലോസ് നമുക്ക് ഔട്ട് ഹൗസിലേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, സാബ് എപ്പോഴാണ് വരുന്ന അറിയില്ലല്ലോ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, വന്നിട്ട് എന്താ പറഞ്ഞറിഞ്ഞിട്ട് കിടന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ മതി, അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് പൗലോയും അതുപോലെ ആൻ്റപ്പനും കൂടി സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്.
അങ്ങനെ സ്റ്റാൻലി കരഞ്ഞുകൊണ്ട് അലിനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സ്ട്രക്ചർ കൊണ്ടുവന്ന് അലിനെ അതിലേക്ക് കിടത്തി ഉരുട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ പോവാണ്. സ്റ്റാൻലി പിന്നാലെ പോകുന്നുണ്ട്. മോളേന്ന് വിളിച്ചുകൊണ്ട് ബൈജു കാർ ഒതുക്കാനായിട്ട് പോവാണേ. അങ്ങനെ അലീനയെ കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ചെല്ലുമ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരികയാണ്. പെട്ടെന്ന് അലീനെ ICUലേക്ക് കയറ്റുന്നുണ്ട്. സ്റ്റാൻലിയാണ് അവിടെ മോളേന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണേ. ഈ സമയത്ത് ആൻ്റപ്പൻ കേണലിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. സാബ്, കുട്ടിക്ക് എങ്ങനെയുണ്ട്? എന്ത് പറഞ്ഞു? അറിയില്ല ആൻ്റപ്പ, കുട്ടീനെ അകത്തേക്ക് കയറ്റിയതേ ഉള്ളൂ. എനിക്കാകെപ്പാടെ പേടിയാവുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. പാവം സാബിന് ആ കുട്ടീൻ്റെ ജീവനായിരുന്നു. സാബ് വല്ലാണ്ട് പേടിച്ചിരിക്കാം. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനകത്ത് സാറിന് നല്ല അപ്രാളമുണ്ട് എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ പൊന്നലൂരിൽ നിന്നും നമ്മുടെ അപ്പച്ചനാണെങ്കിലോ അലീനയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടേ. പക്ഷെ അലീന ഫോൺ എടുക്കാത്തതുകൊണ്ട് തന്നെ സ്റ്റാലിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എടാ, നീ എവിടെ പോയി കിടക്കാടാ? എന്താ അപ്പച്ച എന്ന് ചോദിക്കുമ്പം നിന്റെ ശബ്ദത്തിൽ എന്താടാ ഒരു പതർച്ച പോലെ? ഒന്നുമില്ല. അല്ല, ഞാൻ മോളെ കുറേ നേരം കൊണ്ട് വിളിക്കുക, എൻ്റെ ചിന്നമ്മേനെ. അവൾ ഫോൺ എടുക്കുന്നില്ലടാ. നീ അവളിലോട്ട് ഫോണൊന്ന് കൊടുത്തേ. രാത്രിയിലെ അവളുടെ ശബ്ദം കേൾക്കാതെ കിടന്നാലേ എനിക്ക് ഉറക്കം വരത്തില്ലടാ. എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. നീ ഫോണുള്ളിലേക്ക് കൊടുത്തേ എന്ന് പറയുമ്പോഴേക്കും അപ്പച്ചാന്ന് വിളിച്ചുകൊണ്ട് സ്റ്റാൻലി കരയാണ്. സ്റ്റാൻലി കരയുന്നോ? കേണൽ സ്റ്റാൻലി ജോസഫ് കരയാനോ? എന്താടാ ഇത്? നീ എന്താ കരയുന്നത് എന്ന് ചോദിക്കുമ്പം അപ്പച്ച എന്ന് വിളിക്കാണ്. എന്താടാ സ്റ്റാൻലി, എന്തു പറ്റി? എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അപ്പച്ച, പപ്പ എന്നുള്ളൊരു വിളി മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഞാൻ മുറിയിലേക്ക് ഓടി നോക്കുമ്പം മുറി ലോക്ക്ഡ് ആയിരുന്നു. ചവിട്ടി തുറന്ന് നോക്കുമ്പോഴേക്കും ചോര ഛർദ്ദിച്ച് എൻ്റെ കുഞ്ഞ് അവിടെ കിടക്കുക. അവളെ കോരെടുത്തുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നു. എന്നിട്ട് എവിടെയാണ് എൻ്റെ കുഞ്ഞ് എന്ന് ചോദിക്കുമ്പം അവളിപ്പോൾ ICUവിൽ. അപ്പച്ച ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. ശരി, നീ ഫോൺ കട്ടാക്ക്, ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാം. അപ്പച്ചൻ ഈ രാത്രിയിൽ ഡ്രൈവ് ചെയ്ത് വരാനോ? ഞാൻ അവനെയും കൂടെ കൂട്ടാം, ആൽബിയെയും കൂടി എന്നും പറഞ്ഞുകൊണ്ട് അപ്പച്ചൻ ഫോൺ കട്ടാക്കാണ്. എടാ ആൽബിച്ച, പെട്ടെന്ന് വണ്ടി എടുക്കടാ എന്ന് പറയുമ്പം എങ്ങോട്ടാ അപ്പച്ച എന്ന് ചോദിക്കുകയാണ്. കൊളത്തുപുഴ ഹോസ്പിറ്റലിലേക്ക്. എന്താ സ്റ്റാലിച്ചാന് എന്തെങ്കിലും പറ്റിയോ? സ്റ്റാലിക്കല്ല, എൻ്റെ മോക്ക്, എൻ്റെ അലീനയ്ക്ക് എന്ന് പറയുന്നുണ്ട്. ഈ സമയത്തൊക്കെ ആൽബിക്ക് അലീനോട് ചെറിയൊരു മമതയൊക്കെ തോന്നി തുടങ്ങുന്ന സമയമാണ്. ആൽബി പെട്ടെന്ന് തന്നെ വേഷം മാറി വണ്ടി ഇറക്കാണ്. അപ്പച്ചനും ഓടി വന്ന് വണ്ടിയെ കയറുന്നുണ്ട്. പെട്ടെന്ന് വിടരാ, 10 മിനിറ്റ് കൊണ്ട് അങ്ങ് എത്തണം. എൻ്റെ അപ്പച്ച, ഇവിടുന്ന് 1 മണിക്കൂർ ദൂരമുണ്ട്. 10 മിനിറ്റ് എത്താനൊന്നും ഇത് പ്ലെയിനൊന്നും അല്ല. വഴിയിൽ ട്രാഫിക് ഉണ്ടെങ്കിൽ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. ഈ സമയം സ്റ്റാൻലി ആണെങ്കിലോ മോഹം പൊത്തി ആ കൈയും കൊണ്ട് മുഖവും പൊത്തിക്കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് വിഷമത്തോട് കൂടിയിട്ട്. അങ്ങനെ തൻ്റെ പോക്കിൽ നിന്നും ടവലെടുത്ത് കണ്ണാടി മാറ്റി തൻ്റെ കണ്ണുനീരൊക്കെ ഒപ്പുന്നുണ്ട്. ഈ സമയത്ത് ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. ഡോക്ടർ, എന്താ എൻ്റെ മോൾക്ക് എന്താ സംഭവിച്ചത്? കണ്ടിട്ട് ഫുഡ് പോയ്സണിങ് ആണെന്ന് തോന്നുന്നു. ഫുഡ് പോയ്സൺ ആണോ അത് മറ്റെന്തെങ്കിലും വേഷം ഉള്ളിൽ ചെന്നാണോ എന്ന് അറിയില്ല. ശരിക്കും അത് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അയ്യോ ഡോക്ടർ, എൻ്റെ കുഞ്ഞ് എന്ന് പറയുമ്പം നിങ്ങൾ പേടിക്കാതെ നമ്മൾ നോക്കുന്നുണ്ട്, മാക്സിമം ട്രൈ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റാൻലി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. അങ്ങനെ ഒരു 10-15 മിനിറ്റൊക്കെ കഴിയുന്നുണ്ട്. അപ്പോഴേക്കും അവധക്കുട്ടിയും ആൽവിയും കൂടി ഓടിക്കതച്ച് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. എന്താടാ എൻ്റെ കുഞ്ഞിന് എന്താടാ പറ്റിയത് എന്ന് ചോദിക്കുമ്പം ഫുഡ് പോയ്സൺ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫുഡ് പോയ്സൺ ഉണ്ടായാൽ എങ്ങനെ ചോരയൊക്കെ ഛർദ്ദിക്കോ? ചില കേസിൽ അങ്ങനെ ഉണ്ടാവും. ഫുഡല്ലേ അകത്തേക്ക് ചെല്ലുന്നത്, അത് പോയ്സണായി മാറിയ പ്രശ്നമാവുമല്ലോ. അല്ലടാ, എൻ്റെ കുഞ്ഞിന് എന്താടാ കഴിച്ചത്? വൈകുന്നേരം പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചോ? ഇല്ല അപ്പച്ച, അവളൊന്നും ഉണ്ടാക്കുന്നതല്ലേ, അവൾ തന്നെ ഉണ്ടാക്കിയാ കഴിച്ചത്. എനിക്ക് ചപ്പാത്തിയും ചിക്കനും ഓമൽറ്റ് ഉണ്ടാക്കി തന്നു. അവൾ ചോറും മോരുകറിയും എന്നത്തെയും പോലെ തന്നെ അതൊക്കെ കഴിച്ചുള്ളൂ. പിന്നെ എങ്ങനെ സംഭവിച്ചെന്ന് ഒരു പിടുത്തമില്ല. എടാ, അവൾ വെക്കുന്ന ഭക്ഷണത്തിന് ബാക്കിയല്ലേ ആൻ്റപ്പനും ഔസപ്പൊക്കെ കഴിക്കുന്നേ, നീ അവന്മാരെന്ന് വിളിച്ചേ എന്ന് പറയുമ്പം അങ്ങനെ അവധക്കുട്ടി സ്റ്റാൻലി ഫോൺ വിളിച്ച് അവധക്കുട്ടി കയ്യിൽ കൊടുക്കാണ്. എടാ ആൻ്റപ്പ, അവൾ കഴിച്ച ആഹാരമല്ലേ നിങ്ങൾ കഴിച്ചത്? അതേ അവധക്കുട്ടി ചായ, എന്തു പറ്റി? അല്ല, ഇവർക്ക് ഫുഡ് പോയ്സൺ ആണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലേ? ഇതുവരെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിപ്പോഴാണ് ആഹാരം കഴിച്ച് കഴിഞ്ഞത്. അപ്പോഴേക്കും നീ പൗലോസിൻ്റെ കയ്യിൽ കൊടുത്തേ. എന്താ അവധക്കുട്ടി ചേട്ടാ? എടാ പൗലോസേ, ഭക്ഷണത്തിനകത്ത് എന്ത് സംഭവിച്ചടാ? അയ്യോ, ഞാനിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് കൂടെ ഇല്ല. ഇന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് കുഞ്ഞ് തന്നെയാ.
ഞാനിന്ന് കാല് നല്ല സുഖമില്ലായിരുന്നു. ഞാൻ സഹായിക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ഔട്ട് ഹൗസിൽ പോയി കിടന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. കുഞ്ഞു തന്നെയാ എല്ലാം ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട്. അല്ല, ഇന്ന് എന്തൊക്കെയാ മോൾ ഉണ്ടാക്കിയത്? അത് പിന്നെ സാബിന് ചപ്പാത്തിയും അതുപോലെ ഓംലെറ്റും ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കി. മോക്കാണെങ്കിലോ മോരുകറിയും തോരനും. ഈ ചിക്കൻ ഫ്രൈ തന്നെ മതിയെന്നാ കുട്ടി പറഞ്ഞത്. ഒരു തോരനും ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കും കുഴപ്പമൊന്നുമില്ലടാ, നിങ്ങളൊക്കെ തന്നെയല്ലേ കഴിച്ചത്? അതെ, ഞങ്ങളതിനെ അത് കുട്ടിച്ചായ കഴിച്ചത്. ഞാനും പിന്നെ ആൻ്റപ്പഞ്ചേട്ടനും ബൈജുവും ആ ആഹാരം തന്നെ കഴിച്ചത്. ആ ശരി ശരി, എന്നാ വെക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവധക്കുട്ടി ഫോൺ കിട്ടേക്കാണ്. പൗലോസ് ആണെങ്കിലോ ആൻ്റപ്പണ പറയുന്നുണ്ട്, നമ്മളെന്തോ ചെയ്തതുപോലെയാ അങ്ങേറെ വർത്താനം. നമ്മളെന്ത് ചെയ്യാനാ? അവൾ എന്തെങ്കിലും വാരക്കോരി ഇട്ട് കാണും, വാരൊളിച്ച് തിന്നു കാണും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. പൗലോസിനോട് ആൻ്റപ്പൻ ചോദിക്കാണ്, എടാ നീ വല്ലതും കാണിച്ചോ? ഈ ആൻ്റപ്പൻ ചേട്ടന് എന്താ കുഴപ്പം? ഞാനെന്ത് കാണിക്കാനാ? നിങ്ങൾ കണ്ടതല്ലേ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കൂടിയില്ല. പിന്നെ എന്നെ എന്തിനാ സംശയിക്കുന്നത് എന്ന് ചോദിക്കാണ്. അല്ലെങ്കിൽ തന്നെ ഫുഡ് പോയിസൺ ആണെന്ന് പറഞ്ഞല്ലോ. ഞാനതിൽ മായൊന്നും കലർത്തിയിട്ടില്ല. അവളുണ്ടാക്കിയ അതേ ഫുഡല്ലേ നമ്മളെല്ലാവരും കഴിച്ചത്. എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ചേട്ടൻ പറ. ഏയ് അതില്ല. ആ പിന്നെ എന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവള് കഴിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള ഭക്ഷണം കൊണ്ടുവന്ന് നമ്മൾ അതേപടി കഴിക്കായിരുന്നല്ലോ അല്ലേ? അവളിന്ന് മോരും തോരനും മാത്രം ഉണ്ടാക്കിയുള്ളൂ. ചിക്കൻ ഫ്രൈയും അതെല്ലാം നമ്മളും കഴിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇത് ഫുഡ് പോയ്സൺ അല്ല, മാരകമായ ഒരു പോയ്സൺ തന്നെയാണ് ഉള്ളിലേക്ക് ചെന്നത്. ഇത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് തന്നെ നിങ്ങളുടെ ഭാഗ്യം, അല്ലെങ്കിൽ ജീവൻ പോലും കിട്ടില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഷോക്കായി നിൽക്കുകയാണ് അവധക്കുട്ടിയും സ്റ്റാലിയും. അല്ല, ഇത് മനഃപൂർവ്വം കഴിച്ചതാണോ? ഏയ് അല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഡിന്നർ കഴിച്ചത്. ഞാൻ ചപ്പാത്തിയാണ് കഴിച്ചത്, മോള് ചോറാ കഴിച്ചത്. അല്ല, ആ ആഹാരത്തിൻ്റെ ബാക്കിയാണ് വീട്ടിലെ സെർവൻസും കഴിച്ചത്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഉള്ളിലേക്ക് മാരകമായൊരു വിഷം കയറിയിട്ടുണ്ട്. അത് ഫുഡ് പോയ്സൺ ഒന്നും അല്ല, ഫുഡിൽ കലർത്ത് കഴിച്ചതാണ്. അതെന്തായാലും നിങ്ങളൊന്ന് അന്വേഷിച്ചോ, ഞങ്ങളെന്തായാലും പോലീസിനെ അറിയിക്കാൻ പോവാണ് എന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യമില്ല, ഞാനൊരു മിലിറ്ററി ഓഫീസറാണ്, ഞാനത് ചെയ്തോളാം എന്ന് പറയുമ്പം സോറി, ഞങ്ങളുടേതായിട്ടുള്ള പ്രോട്ടോക്കോൾസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പോലീസിനെ അറിയിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, പ്രത്യേകിച്ച് ഇങ്ങനൊരു കേസാകുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. എടാ അതെങ്ങനെ സംഭവിച്ചതാ? അവള് കഴിച്ച ആഹാരത്തിൽ മാത്രം അങ്ങനെ പോയിസൺ വരാൻ എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അറിയില്ല അപ്പച്ച, എങ്ങനെയാണെങ്കിലും എൻ്റെ മോളെ അപായപ്പെടുത്താൻ ആരും ശ്രമിക്കുന്നുണ്ടെന്ന കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ അതിനിടെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം മറ്റാരും അറിയുന്നില്ലല്ലോ. അങ്ങനെ അലീനയ്ക്ക് അവിടുന്ന് ബോധം തിരിച്ചു വരുന്നില്ല. വെന്റിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. സാധാരണ ഓക്സിജനൊക്കെ കൊടുത്ത് കിടത്തിയേക്കാണ്. ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, അപ്പോഴേക്കും പിറ്റേ ദിവസമായിട്ടോ. ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, ആളിപ്പം കുറച്ച് റിക്കവറായി വരുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ ആളെ തിരിച്ചു കിട്ടില്ലായിരുന്നു എന്ന് പറയാം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഈ സമയം റീത്താമ്മ പൗലോസിനെ വിളിക്കുകയാണ്. എന്താണ് കാര്യങ്ങളൊക്കെ? റീത്താമ്മേ, നമ്മുടെ പ്ലാനെല്ലാം ഫലിച്ചു. അവളിപ്പോൾ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുക. ഇങ്ങോട്ടൊക്കെ തിരിച്ചൊന്നും എനിക്ക് തോന്നില്ല. അങ്ങനെ തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിലേ അവളുടെ ജീവിതം അതോ ഗതിയാ. അവള് മരിക്കാതെ ഇങ്ങോട്ട് വന്നാലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അത്രയ്ക്കും കൊടിയ വിഷമല്ലേ നമ്മളെ കയച്ചു വിട്ടത്. എന്നിട്ട് അവൾ രക്ഷപ്പെട്ടു വന്നാൽ അനുഭവം കരുതിയാൽ മതി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ അവൾക്ക് ബോധമൊന്നും വന്നിട്ടില്ല. പക്ഷെ കുറച്ചൊക്കെ ബെറ്ററായെന്നാണ് അറിയാൻ സാധിച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പാലായിൽ നിന്നും നമ്മുടെ മനുശങ്കറും അതുപോലെ രേവതിക്കുട്ടിയും പിന്നെ നമ്മുടെ കൃഷ്ണമോളും ബാലനും എല്ലാവരും അലിനെ മാറി വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അവളുടെ ഫോണ് അവിടെ വീട്ടിലാണല്ലോ. ആ ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ എടുക്കുന്നില്ല. കൃഷ്ണ വന്നിട്ട് അച്ഛനോട് ഈ കാര്യം പറയുമ്പോൾ ഞാനും വിളിച്ച മോളെ എടുക്കുന്നില്ല എന്ന് പറയാണ്. മനു അപ്പോഴേക്കും വിളിച്ച് ബാലനോട് ചോദിക്കുന്നുണ്ട്, അലീന ഫോൺ വിളിച്ചെടുക്കുന്നില്ല, നിങ്ങൾ ആരെങ്കിലും വിളിച്ചൊന്ന് ചോദിക്കുമ്പം ഇല്ല മോനെ എന്ന് പറയാണ്. അങ്ങനെ 2 ദിവസം കഴിയുന്നുണ്ട്. ബാലനും മനുവും രേവതിക്കുട്ടിയും അതുപോലെ എല്ലാവരും പരസ്പരം കോൾ ചെയ്തിട്ട് അലീന ഇതുവരെ വിളിച്ചില്ല എന്ന് പറയുമ്പം ബാലൻ പറയുന്നുണ്ട്, ഞാനെങ്കിൽ ഒന്ന് സ്റ്റാലിനെ വിളിച്ചു നോക്കാം എന്ന് പറയാണ്.
അങ്ങനെ 2 ദിവസം ആകുമ്പോഴേക്കും അലീന കണ്ണു തുറക്കുന്നുണ്ട്. ഡോക്ടർ വന്നിട്ട് സ്റ്റാലിൽ പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കയറി കാണാം, ഒരാൾ മാത്രം എന്ന് പറയുമ്പം അവധക്കുട്ടി ചോദിക്കുകയാണ്, ഡോക്ടർ ഞാനിവിടെ ഒന്ന് കണ്ടോട്ടെ, എൻ്റെ കൊച്ചുമോളാ ഈ നിൽക്കുന്നത് അവളുടെ അപ്പനാ. എന്നാൽ ശരി, ഒരുപാട് നേരം സംസാരിക്കൊന്നും വേണ്ട, ഒത്തിരി സ്ട്രെയിനൊന്നും കൊടുക്കേണ്ട, പെട്ടെന്ന് ഇറങ്ങിക്കോണം എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് കയറി അലീനയെ കാണുകയാണ്. അലീന അപ്പോൾ ഭയങ്കര ക്ഷീണിതയാണ്, കണ്ണു തുറക്കുന്നുണ്ട്. സ്റ്റാലിയെ കണ്ട ഉടനെ പപ്പായെന്ന് വിളിക്കുമ്പോഴേക്കും സ്റ്റാലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിലേക്ക് പിടിച്ച് ഉമ്മ കൊടുക്കാണ്. അവധക്കുട്ടിച്ചാനും മറ്റേ സൈഡ് നിൽക്കാണ്. മോളെ, എൻ്റെ മോൾക്ക് എന്താടാ പറ്റിയത്, എൻ്റെ ചിന്നമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പം അറിയില്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ സാധാരണ അപ്പോഴോടുന്ന് ആഹാരം കഴിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ തിരിച്ച് മുറിയിലേക്ക് വന്നു, ഫ്രഷായി ഫോൺ എടുത്ത് സാധാരണ പോലെ എല്ലാവരും വിളിക്കാൻ ഇറങ്ങായിരുന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടല്ലേ തോന്നിയത്. ഞാൻ അപ്പോൾ തന്നെ കട്ടിലേക്ക് ഇരുന്നെങ്കിലും എനിക്കതിന് സാധിച്ചില്ല. പെട്ടെന്ന് തല ഇറങ്ങുന്ന പോലെ തോന്നി, വൊമിറ്റ് ചെയ്തു. വൊമിറ്റ് ചെയ്തപ്പോൾ ചോര കണ്ടപ്പോഴാണ് ഞാൻ പപ്പ എന്നൊരു വിളിച്ചത്. പെട്ടെന്ന് തല ഇറങ്ങി ഞാൻ താഴേക്ക് പോയി, പിന്നെ ഒന്നും ഓർമ്മയില്ല എന്ന് അലീന പറയുന്നുണ്ട്. മോൾക്ക് ഫുഡ് പോയ്സൺ അല്ല, പോയ്സൺ തന്നെ കഴിച്ചതാണ് എന്ന് പറയുമ്പം പോയ്സണോ, അതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. അതറിയില്ല മോളെ, എന്തായാലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, അന്വേഷിക്കും എന്ന് പറയുമ്പം അയ്യോ നമ്മുടെ വീട്ടിലേക്ക് പോലീസൊക്കെ, അത് വേണം മോളെ, എവിടുന്നാ വന്നെന്നൊക്കെ അറിയണമല്ലോ. ആ വീട്ടിലുള്ളത് ബൈജുവും ആൻ്റപ്പനും പൗലോസുമാണ്. പിന്നെ നിങ്ങൾ രണ്ടുപേരും, നിങ്ങൾ ഇത്രയും പേര് അറിയാതെ ഒന്നും സംഭവിക്കില്ലല്ലോ. 2-3 ദിവസമായിട്ടും അലീനെ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് തന്നെ മനു അങ്ങനെ പാലയിലെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ അങ്കിളിനോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും സ്റ്റാലി ഒന്ന് വിളിച്ച് നമുക്ക് സംസാരിക്കാം എന്ന് പറയാണ്. കൃഷ്ണമോളും ബാലനോട് പറയുന്നുണ്ട്, അതെ രേവതി ചേച്ചി വിളിച്ചുകൊണ്ടിരിക്കുക, ചേച്ചിയെ കിട്ടഞ്ഞിട്ട് വല്ലാത്ത സങ്കടത്തിലാ, എന്താ സംഭവിച്ചെന്ന് നമുക്കറിയില്ലല്ലോ, അച്ഛനൊന്ന് വിളിച്ചു നോക്ക്. അങ്ങനെ ബാലൻ സ്റ്റാലിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഈ സമയം സ്റ്റാലി അലീനയുടെ അരികിൽ തന്നെ നിൽക്കുന്നുണ്ടേ. ബാലനാണല്ലോ എന്ന് പറയുമ്പം അയ്യോ, അന്ന് ഞാൻ അച്ഛനെ വിളിക്കാൻ പോയപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. 2 ദിവസമായിട്ട് എൻ്റെ ഫോണിലേക്ക് എല്ലാവരും മാറി മാറി വിളിച്ചു കാണും, ആർക്കും കിട്ടിക്കാണില്ല, ഫോൺ ഇങ്ങോട്ട് തരാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സ്റ്റാലി ഫോൺ ഓൺ ചെയ്ത് ഹലോ എന്ന് വെക്കുമ്പം ഞാൻ ബാലൻ തന്നെയാണെന്ന് പറയുമ്പം എനിക്കറിയാം മിസ്റ്റർ മേനോൻ എന്ന് പറയാണ്. എവിടെ അലീന, 2-3 ദിവസമായിട്ട് ഞങ്ങൾ കോൾ ചെയ്തിട്ടൊന്നും കോൾ എടുക്കുന്നില്ല, അവൾക്ക് എന്തെങ്കിലും പറ്റിയോ, എൻ്റെ മനസ്സിനകത്ത് എന്തോ ബുദ്ധിമുട്ട് പോലെ, എൻ്റെ മോക്ക് എന്തോ സംഭവിച്ച പോലെ എനിക്ക് തോന്നുന്നു പറയുമ്പം സ്റ്റാലിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അലീന തൻ്റെ മകളാണല്ലോ, അപ്പോൾ അതിനേക്കാളിലും കൂടുതലായിട്ട് ബാലൻ അവളെ സ്നേഹിക്കുമ്പോൾ ഒരു പൊസസീവ്നെസ് ആണ് കേട്ടോ അവിടെ ഉണ്ടാവുന്നത്. ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അലീനയ്ക്ക് കൊടുക്കാണ്. മോളെ, മോക്ക് എന്ത് പറ്റി, എവിടെയാ, ദേ ഇവിടെ മനുവും കൃഷ്ണമോളും നിൽപ്പുണ്ട്, അതുപോലെ രേവതിക്കുട്ടിയും വിളിച്ചിരുന്നു, മോക്ക് എന്താ പറ്റിയേ, മോളെന്താ ഫോൺ എടുക്കാത്ത എന്നൊക്കെ ചോദിക്കുകയാണ്. അച്ഛാ, അത് പിന്നെ ഞാൻ ഹോസ്പിറ്റലാ. അയ്യോ, എൻ്റെ മോക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ലച്ചാ, ഫുഡ് പോയ്സൺ ഉണ്ടായതാ. ഫുഡ് പോയ്സണോ? അതെ, ഫുഡ് പോയ്സൺ അടിച്ചതാന്ന് തോന്നുന്നു. 2 ദിവസമായിട്ട് ഹോസ്പിറ്റലായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ കഴിയാഞ്ഞത്. എങ്കിലും ആരെങ്കിലും ഫോണിന് ഒന്ന് വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ? എല്ലാ ദിവസവും നീ വിളിക്കുന്നതല്ലേ, കേൾക്കാഞ്ഞിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ആണോ അച്ഛാ? സോറി, എനിക്ക് വിളിച്ചു പറയാൻ പറ്റിയില്ല. മോക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല, അതിനുള്ള പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടർമാരൊന്ന് പിടിച്ച് കിടത്തിയേ ഉള്ളൂ. 2 ദിവസത്തേന് അത്രേ ഉള്ളൂ. അവരുടെ ബില്ല് കൂട്ടാനായിട്ട്. ഫുഡ് പോയ്സണാ, വേറൊരു പ്രശ്നമില്ല. എന്നാ ശരി മോളെ, ഇവിടെ മനുവുണ്ട്, നീയെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് വിളിക്കണേ. ശരി അച്ഛാ, മനുവേട്ടനോടും രേവതിക്കുട്ടിയോടും കൃഷ്ണമോടും പറഞ്ഞേക്ക് എന്ന് പറയാണ്. കണ്ടോ, അവൾക്ക് പ്രശ്നമൊന്നും ഇല്ലടാ, അവൾക്ക് ഫുഡ് പോയ്സണിങ് ആയതാ, ഹോസ്പിറ്റലില്ല. എങ്കിലും എനിക്ക് നമ്മളെ ആരെയെങ്കിലും ഒന്ന് വിളിച്ചറിയിക്കായിരുന്നല്ലോ, അവളുടെ പപ്പയുടെ ഫോൺ ഉണ്ടായിരുന്നല്ലോ എന്ന് ദേഷ്യത്തോടെ മനു ചോദിക്കുമ്പം അതിനൊന്നും പറ്റി കാണില്ലടാ, നീ സമാധാനിക്ക്, അവക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് അറിഞ്ഞല്ലോ, അപ്പൊ തന്നെ സമാധാനമായില്ലേ? സമാധാനമായെന്നോ? ഇപ്പോഴെൻ്റെ ശ്വാസം നേരെ വീണത്. ആകെപ്പാടെ ഒരു പേടിയായിരുന്നു. ആ റീത്ത എന്ന് പറഞ്ഞ സ്ത്രീയും അവരുടെ സഹോദരന്മാരും എല്ലാവരും കൂടി അവളെ ഉപദ്രവിക്കുന്നൊക്കെ ഒരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയല്ലേ സംഭവിച്ചെന്നോർത്ത് ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറയാണ്. കൃഷ്ണമോളും രേവതിക്കുട്ടി വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ല, നീ എന്തിനാ മേനോട് അങ്ങനെ പറഞ്ഞത്? കള്ളം പറഞ്ഞ എന്തിനാ? സംഭവം അങ്ങ് പറയാറുന്നില്ലേ? അച്ഛന് പിന്നെ ആള് മതി ടെൻഷൻ അടിക്കാൻ. ഇവിടെ വെച്ചങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ പിന്നെ അച്ഛന് ഒരു സമാധാനം കാണില്ല, അതുകൊണ്ടാ. ഇപ്പോൾ എന്തായാലും ഓക്കെ ആയി,
ഫുഡ് പോയ്സൺ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും ടെൻഷനില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, അച്ഛന് ഹൃദയത്തിന് അത്ര കട്ടിയൊന്നുമില്ല. അങ്ങനെയൊക്കെ കേട്ടാ പെട്ടെന്ന് വിഷമാവും. അതിന് ബാലന്റെ സ്വന്തം മകളൊന്നറിയില്ല നീ, വളർത്തുമകളല്ലേ. അതും വെറും 5-6 മാസം മാത്രമല്ലേ ബാലൻ നിന്നെ വളർത്തിയിട്ടുള്ളൂ. പിന്നെ ഇത്ര ടെൻഷൻ എടുക്കേണ്ട കാര്യം എന്താ? അലീനയ്ക്ക് പപ്പയുടെ ആ ഒരു പൊസസീവ്നെസ് മനസ്സിലാകുന്നുണ്ട്. അതുവിന് പപ്പ 5-6 മാസം ആയില്ലെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം അത്രത്തോളം ആയിരുന്നു. അതുകൊണ്ടാ. സ്റ്റാൻലിക്ക് അതും കൂടി ഇഷ്ടപ്പെടാതെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. മോളെ അത് വേറൊന്നുമല്ല, അവനെ നിന്നെ ഇപ്പോ വലിയ ഇഷ്ടമാണല്ലോ. സ്വന്തം മകളെ മറ്റാരും സ്നേഹിക്കുന്നത് അവന് ഇഷ്ടമില്ല. അവന് മാത്രം വേണം നിന്നെ. അവന്റെ സ്നേഹം മുഴുവനും നിനക്ക് തരണം. അതായിപ്പോ സ്റ്റാലിയുടെ ആഗ്രഹം. അതുകൊണ്ടാ. അതെനിക്ക് മനസ്സിലായി അപ്പച്ച. എങ്കിലും എങ്ങനെയായിരുന്നു ഫുഡിൽ പോയിസൺ വന്നേ? ഫുഡെല്ലാം ഉണ്ടാക്കിയത് ഞാൻ അപ്പച്ച. ഞാനവിടെ നിന്ന് മാറിയിട്ടുമില്ല. പിന്നെ അങ്ങനെ ഞാൻ കഴിച്ചില്ല മാത്രം അങ്ങനെ സംഭവിച്ചു. അതിന്റെ ബാക്കിയല്ലേ ആൻ്റപ്പച്ചേട്ടനും പൗലോസേട്ടനും ബൈജോട്ടനൊക്കെ കഴിച്ചത്. അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പം അത് ശരിയാ മോളെ, പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഡിസ്ചാർജ് ആയിട്ട് അലീനയും സ്റ്റാലിയും അവധക്കുട്ടിച്ചാലും കൂടി വീട്ടിലേക്ക് ചെല്ലാണ്. ഈ സമയത്ത് പോലീസ് മൊഴിയെടുക്കാൻ വന്നിരുന്നു. അലീന ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്ന് അവർ അന്വേഷിക്കാനായിട്ട് വീട്ടിലേക്ക് വരുമെന്നും പറയുന്നുണ്ട്. ഇവരെല്ലാം കൂടി വീട്ടിലേക്ക് കയറി ചെല്ലാണ്. പൗലോസും ആനപ്പനും ബൈജുവും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കുഞ്ഞിന് എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ ആൻ്റപ്പൻ ചേട്ടാ, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ്. സ്റ്റാൻലി പറയുന്നുണ്ട്, അടുക്കള ഭാഗത്തേക്ക് നീ ഇനി കയറിപ്പോയേക്കരുത്. മര്യാദയ്ക്ക് പോയി കിടന്ന് റെസ്റ്റ് എടുത്തോ. അയ്യോ അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, മിണ്ടി പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് അപ്പച്ചനെയും കൂട്ടി പറഞ്ഞിട്ടാണ് അപ്പച്ചൻ അലീനയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. സ്റ്റാൻലി ആൻ്റപ്പനെയും പൗലോസിനെയും ബൗജിനെയും വിളിപ്പിക്കുകയാണ്. 3 പേരും നിറഞ്ഞു നിൽക്കുമ്പം സ്റ്റാൻലി അവിടെ ആ കസേരയിൽ ഇരിക്കുകയാണ്. എൻ്റെ മോൾക്ക് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയണം. ഇവിടെയുള്ള ആരെങ്കിലും കൈയടയാളം അതിലുണ്ടോ എന്ന് ചോദിക്കുമ്പം അയ്യോ കേണൽ സാബ്, ഞങ്ങൾക്കൊന്നും അറിയില്ല. പൗലോസിനോട് ചോദിക്കുകയാണ്, താനും കൂടിയല്ലേ അടുക്കളയിൽ പാചകം, തൻ്റെ കൈനങ്ങാണം എന്തെങ്കിലും സംഭവിച്ചോ? അയ്യോ കേണൽ സാബേ, ഞാൻ ദിവസം പാചകത്തിനുള്ളിൽ കയറിയിട്ടില്ല. അന്നെനിക്ക് നല്ല കാലുവേദനയായിരുന്നു. കുഞ്ഞിനോട് ഞാൻ പറഞ്ഞപ്പോൾ പോയി കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മുറിയിലേക്ക് പോയി കിടക്കായിരുന്നു. അതിനുശേഷം കുഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി. ഭക്ഷണം കഴിച്ചതിന് ശേഷം മിച്ചോള് തീർക്കാൻ നേരമാണ് ഞാൻ വന്നത്. അല്ലേ ആനപ്പൻ ചേട്ടാ? അതെ, അങ്ങനെ സംഭവിച്ചത്. പൗലോസനിടയ്ക്ക് വീട്ടിലേക്ക് കയറി വന്നിട്ട് കൂടിയില്ല. ഞങ്ങളും ആ പുറത്തൊക്കെ തന്നെ ജോലിയായിരുന്നല്ലോ. കുഞ്ഞു തന്നെയാ എല്ലാം ഉണ്ടാക്കി പറക്കിയതും സെർവ് ചെയ്തതും എല്ലാം. മോള് കഴിച്ചു പോയതിനു ശേഷമാണ് അതിന്റെ മിച്ചമൊക്കെ എടുത്തുകൊണ്ട് പോയി ഞങ്ങളും ആഹാരം കഴിച്ചത്. അല്ലാതെ എന്ന് പറയുമ്പം ശരി, എന്തായാലും പോലീസ് വരുന്നുണ്ട്, ശേഷം ബാക്കി അപ്പോൾ അറിയാം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പം പൗലോസിന് നെഞ്ചിനകത്ത് ഇടിപ്പ് കൂടുകയാണ്. അങ്ങനെ 3 പേരും പോയി ജോലി ചെയ്തോ എന്നും പറഞ്ഞയക്കുമ്പം പൗലോസ് നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. അയാളെ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അയാൾ എന്നിട്ട് പെട്ടെന്ന് അയാളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി മുറിയിൽ കയറി കഥകടയ്ക്കുന്നുണ്ട്. റീതാമച്ചി ആകെ പ്രശ്നമായി. എന്ത് പറ്റിയടോ? അവള് ചത്തില്ലല്ലേ? ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ചത്തില്ലെന്ന് മാത്രമല്ല, പോലീസ് വരുന്നുണ്ടെന്ന്. പോലീസോ? എന്തിന്? അത് പിന്നെ പോലീസിനാണെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലായല്ലോ. അവര് പോലീസിനെ അറിയിച്ചു. പോലീസ് ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്നു തെളിവെടുപ്പിന്. അതിന് ആ സംഭവമെല്ലാം നീ നശിപ്പിച്ച് കളഞ്ഞില്ലേ? അതെല്ലാം ഞാൻ നശിപ്പിച്ച് കളഞ്ഞതാ. പിന്നെ തനിക്ക് എന്തിനാണ് പേടിക്കുന്നത്? നീ അപ്പോൾ ഗസ്റ്റ് ഹൗസിലായിരുന്നുള്ളതിന് തെളിവുണ്ടല്ലോ. നീ അതുകൊണ്ട് പേടിക്കണ്ട. അതുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരുന്നോ, അതായിരിക്കും നിനക്ക് നല്ലത്. അല്ലാതെ നീ പേടിച്ച് കരച്ചാലേ നീ കുടുങ്ങും എന്ന് പറയുമ്പോൾ പൗലോസ് ആകപ്പാടെ ഞെട്ടുകയാണ്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയം പോലീസ് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ടേ. പോലീസ് കയറി വരുമ്പം സ്റ്റാൻലി അവരെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ അലീനെ വിളിച്ച് ചോദ്യം ചെയ്യാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അലീനയും അതുപോലെ സ്റ്റാൻലി, പിന്നെ അപ്പച്ചൻ, പൗലോസ്, ബൈജു, പിന്നെ നമ്മുടെ ആൻ്റപ്പച്ചേട്ടൻ എല്ലാവരും വരുന്നുണ്ട്. ആൻ്റപ്പനെയും പൗലോസിനെയും ബൈജുനെയും മാറ്റി നിർത്തി ചോദ്യം ചെയ്യുമ്പോൾ അങ്ങനെ സംശയിക്കാനുള്ള ഒന്നും കാണുന്നില്ല. പക്ഷെ പൗലോസിന് മാത്രം ഒരു പേടിയുള്ളതായിട്ട് പോലീസിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് സ്റ്റാൻലി പറയാണ്, ഇവർ 3 പെരുമാറ്റത്തിൽ സംശയം തോന്നുന്നില്ല. അയാൾ ആ സമയത്തോടെ ഉണ്ടായിരുന്നില്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെ അങ്ങനെ പോയിസൺ മിക്സ് ആയെന്ന് നമുക്കറിയണം.
പോയിസൺ ഈ റബ്ബറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പോയിസൺ ആണെന്ന് പറയുമ്പം അത് ഈ വീടിന് ചുറ്റും സ്റ്റോർ റൂമിലൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. കാരണം അതിവിടെ എല്ലാ മാസം ഉപയോഗിക്കേണ്ടതാണല്ലോ. അങ്ങനെ എങ്ങനെ സംഭവിച്ചായിരിക്കും. പക്ഷെ അടുക്കളയിലേക്ക് വരാൻ ഒരു ചാൻസും ഇല്ലെന്ന് പറയാണ്. അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ പട്ടികൾ അവരെ വെറുതെ വിടില്ല. പട്ടികൾ രാവിലെ മുതൽ വയ്യോളം ഇതിലെ അലിഞ്ഞു തീരുന്നതാണ്. പുറത്തുനിന്ന് പരിചയത്തിലൊരാൾ വന്നാൽ ഉറപ്പായിട്ടും അവരെ കടിച്ചു കീറുമെന്ന് പറയുമ്പം വന്നത് പരിചയമുള്ള ഒരാളെങ്കിലോ? പരിചയമുള്ള ആരും അങ്ങനെ വരാറില്ല. അങ്ങനെ പരിചയമുള്ള ആരും ഇങ്ങോട്ടേക്ക് കയറാറുമില്ല. ഞങ്ങൾ ഇത്രയും പേര്, അല്ലാതെ നായി ആരെ കണ്ടാലും കുരയ്ക്കെന്ന് പറയുമ്പോൾ അപ്പം ഇവിടെ തന്നെയുള്ള ആളോ തന്നെയാണ് കള്ളൻ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഈ സമയത്ത് പോലീസാണെങ്കിലോ എല്ലാവരുടെ ഫോൺ തരാൻ പറയുന്നുണ്ട്. എല്ലാവരും ഫോൺ കൊടുക്കാണ്. പൗലോസിന് അപ്പോഴും ചെറിയൊരു മടിയും പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ പൗലോസിന്റെ കയ്യിൽ നിന്നും ഫോൺ മേടിക്കാണ്. അങ്ങനെ പോലീസുകാർ നിന്നുകൊണ്ട് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും സംശയകരമായ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന്. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് അതിനൊന്നും കിട്ടുന്നില്ല. അങ്ങനെ കോളിങ് നോക്കുമ്പോഴൊന്നും സംശയിക്കുമ്പോഴൊന്നും കാണുന്നില്ലല്ലോ. അതിനുശേഷം CCTV ഒന്ന് ചെക്ക് ചെയ്യാൻ സ്റ്റാലിൻ അനുവാദം ചോദിക്കുകയാണ്. സ്റ്റാലിൻ CCTV കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് സ്റ്റാലിൻ്റെ കണ്ണിൽ ആ ഒരു സംഭവം പെടുന്നത് കേട്ടോ. അതായത് അന്നേ ദിവസം നമ്മുടെ പൗലോസ് സ്റ്റോർ റൂമിൽ പോയിട്ടുണ്ട്. അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, ഇതല്ലേ സ്റ്റോർ റൂം? അതെ. ഇത് ഈ അടുക്കളക്കാരനല്ലേ? അതെ. അയാൾ എന്തിനായിരിക്കും സ്റ്റോർ റൂമിലേക്ക് പോയത് എന്ന് ചോദിക്കുമ്പം സ്റ്റാലിൻ പറയാണ്, അതറിയില്ലേ സാർ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ അയാളെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്യണം. ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും. അയാൾക്ക് ഒരു പരങ്ങളുണ്ടെന്ന് പറയാണ്. അങ്ങനെ CCTV തറവായി ചെക്ക് ചെയ്യുമ്പം അലിനോട് താൻ കിടക്കാൻ പോവാണെന്ന് പറഞ്ഞ് പോയതിനു ശേഷം ഗസ്റ്റ് റൂമിൽ നിന്നും ഒരു തവണ വീട്ടിലേക്ക് അയാൾ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ തിരിച്ച് പോകുന്നുമുണ്ട്. അതും ആ CCTVയിൽ കൃത്യമായി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, അത് പിന്നെ എനിക്കറിയില്ല. പൗലോസുടെ സുഖയില്ലെന്നും പറഞ്ഞ് അപ്പോൾ തന്നെ അകത്തേക്ക് പോയതാണ്. പിന്നെ തിരികെ വന്നിട്ടില്ല. പക്ഷേ CCTVയിൽ കയറി വന്നപോലെ കാണിക്കുന്നുണ്ടല്ലെന്ന് പോലീസ് പറയുമ്പം അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് അലീന പറയാണ്. അങ്ങനെ സ്റ്റാലിക്കും അലീനയ്ക്കൊക്കെ അപ്പച്ചനും നല്ല സംശയമാകുന്നുണ്ട്. ഇതേ സമയത്ത് ആൻ്റപ്പനെയും ബൈജനെയും വിളിപ്പിക്കുകയാണ്. ഇന്ന് അവളുണ്ടാക്കിയ കറികളെല്ലാം നിങ്ങൾ കഴിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പം അതെ. പൗലോസും കഴിച്ചിരുന്നു. എന്തൊക്കെയും തയ്യാറാക്കിയെന്ന് ചോദിക്കുമ്പം തയ്യാറാക്കിയതെല്ലാം പറയാണ്. എന്നാൽ എല്ലാ കറികളും കഴിച്ചോ? എല്ലാം ഞങ്ങൾ കഴിച്ചതാണ് എന്ന് പറയുമ്പം പോലീസിന് അത് മനസ്സിലാവുന്നില്ല. ഡൈനിങ് ടേബിളിൽ ഇരുന്നാണല്ലോ അലിന ആഹാരം കഴിച്ചത്. അതിനുശേഷം അവൾ ഒന്നും തന്നെ കഴിച്ചിരുന്നില്ല. നേരെ പോയി കിടക്കാനും പോയി. ഇതേ ഭക്ഷണം തന്നെ അവർ അടുക്കളയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് കഴിച്ചു. എന്നാൽ ഇവർക്കൊന്നും സംഭവിച്ചില്ല, അലിനയ്ക്ക് സംഭവിച്ചു. അതെങ്ങനെ? അങ്ങനെ പോലീസിനും വലിയ ആശയക്കുഴപ്പമായി. അങ്ങനെ പൗലോസിനെ പോലീസ് വിളിപ്പിക്കുന്നുണ്ട്. തനിക്ക് ഒരു ചാൻസ് കൂടി തരാം. താനാണ് ചെയ്തെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി തൻ്റെ വായന മാത്രം കേട്ടാൽ മതി. തനിക്കെതിരുള്ള തെളിവുകളെല്ലാം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞെന്ന് പറയുമ്പം പൗലോസ് ഒന്ന് പേടിക്കുന്നുണ്ട്. CCTV കാണിച്ചുകൊണ്ട് താൻ സ്റ്റോർ റൂമിലേക്ക് പോയതിൻ്റെയും ആ കുപ്പി എടുത്തതിൻ്റെയും താൻ അടുക്കളയിലേക്ക് വന്നതിനെല്ലാം CCTV ഞങ്ങളുടെ കയ്യിലുണ്ട്. തെളിവുകളെല്ലാം തനിക്കെതിരാ. ഇനി പറഞ്ഞോ എന്താ സംഭവിച്ചത്? അയ്യോ സാബ്, എനിക്കൊന്നും അറിയില്ല. മര്യാദയ്ക്ക് പറയടോ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അയാളുടെ ഷർട്ടിനെ കുത്തിപ്പിടിക്കുകയാണ്. അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും റീതാമ്മയുടെ കോള് നമ്മുടെ അയാളുടെ ഫോണിലേക്ക് വരുവാണേ. പെട്ടെന്ന് സ്റ്റാൻലി ഫോൺ ഓണാക്കുമ്പം സ്പീക്കറിൽ വെക്ക് എന്ന് പറയാണ്. അയാൾ സ്പീക്കറിൽ വെച്ചിട്ട് ഹലോ എന്ന് വെക്കുമ്പം അപ്പുറത്തൊന്ന് മറുപടി ഒന്നുമില്ല. ഫോൺ കട്ടാക്കുന്നുണ്ട്. അതെന്താണോ ഫോൺ കട്ടാക്കിയത്? അത് പിന്നെ റോങ് നമ്പറാ സാർ എന്ന് പറയാണ്. പറയടോ, സത്യം പറ, എന്താ സംഭവിച്ചത്? താനത് വീട്ടിലൊന്നും നടക്കില്ലെന്ന് അറിയാം. പുറത്തൊന്നും ആരും വന്നിട്ടുമില്ല. അങ്ങനെ പോലീസുകാരൻ പിടിച്ചു ചോദിക്കുമ്പോഴേക്കുമായിരിക്കും നമ്മുടെ സ്റ്റാൻലി ഓടിപ്പോയിട്ട് റിവോൾവർ കൊണ്ട് വരുന്നത്. പോലീസ് തടഞ്ഞിട്ടും കേൾക്കാതെ ആ റിവോൾവർ എടുത്ത് അയാളുടെ നെഞ്ചിൽ തന്നെ വെക്കുന്നുണ്ട്. പറടാ, എൻ്റെ മോക്കെന്നല്ല സംഭവിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഷൂട്ട് ചെയ്യും. പോലീസുകാരൻ മാറ്റാൻ ശ്രമിച്ചിട്ടും സ്റ്റാൻലി ഒരടി പോലും പതറാതെ നിൽക്കാണ്. അപ്പോഴേക്കും ഒന്നും ചെയ്യില്ലേ സാബ്, ഞാൻ സത്യം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നിലവിളിക്കുന്നുണ്ട്. പെട്ടെന്ന് റിവോൾവർ മാറ്റുന്നുണ്ട്. പറടാ, സത്യം വെച്ചാൽ പറ,
എൻ്റെ മോൾക്ക് എന്താ സംഭവിച്ചത്? സാബ്, അത് വേറൊന്നുമല്ല. എന്നോട് റീത്താമ്മച്ച പറഞ്ഞിട്ടാ. റീത്താമ്മയോ? എന്ത് പറഞ്ഞു? അത് പിന്നെ അലിൻ്റെ കുഞ്ഞിൻ്റെ ഭക്ഷണത്തിൽ വിഷം ചേർക്കാൻ. എന്താണ് നീ പറഞ്ഞത്? എൻ്റെ മോളുടെ ആഹാരത്തിൽ വിഷം ചേർക്കാനോ? അതെ, പോലീസ് ചോദിക്കുകയാണ് നീ എങ്ങനത് പ്ലാൻ ചെയ്തത്. അന്ന് ദിവസം അലിനെ കുഞ്ഞാനെ എല്ലാം പാകം ചെയ്യട്ടെ എന്ന് റീത്താമ്മച്ച പറഞ്ഞത്. അപ്രകാരം അവളെല്ലാം പാചകം ചെയ്തു. ശേഷം ആ കുട്ടി മോരുകറി കഴിക്കാറായി കൊണ്ടുവരുന്നു. അതിലാണ് ഞാൻ പോയിസൺ കലക്കിയത്. എന്നാൽ അവൾ അറിയാതെ ഞാൻ വേറെ മോരുകറി ഉണ്ടാക്കി വെച്ചിരുന്നു. അത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ആ കുട്ടി ആഹാരം കഴിച്ച് അടുക്കളയ്ക്കെല്ലാം കൊണ്ട് വെച്ച് പോയതിന് ശേഷം തിരികെ വന്നപ്പോൾ ഞാൻ ആ മോരുകറി എടുത്ത് വാഷ് ബേസിൽ വെച്ച് കളഞ്ഞു. എന്നിട്ട് ആ ബൗള് കഴുകിയും വെച്ചു. എന്നിട്ട് വേറെ മോരുകറിയാണ് ഞങ്ങൾ കൂട്ടിയത്, സംശയം വരാതിരിക്കാനായിട്ട്. അപ്പോൾ നീ എപ്പോഴത് കലക്കിയത്? അത് പിന്നെ CCTV കണ്ട പോലെ ഞാൻ കിടക്കാനായി പോയിരുന്നു. അലീന കുളിക്കാൻ പോയപ്പെട്ട സമയം കൊണ്ട് പെട്ടെന്ന് ഓടി വന്ന് ഞാൻ കലക്കിയിട്ട് പോവായിരുന്നെന്ന് പറയാണ്. അങ്ങനെയെല്ലാം ഔസേപ്പിൻ്റെ വായിന്ന് തന്നെ പൗലോസിൻ്റെ വായിന്ന് തന്നെ കേൾക്കുന്നുണ്ട്. അപ്പോഴേക്ക് സ്റ്റാലി ഒറ്റ അടിയായിരിക്കും. എന്നിട്ട് അയാളുടെ നെഞ്ചത്ത് ചവിട്ടുന്നുണ്ട്. പോലീസുകാർ അയാളെ പിടിച്ചു മാറ്റാണ്. പൗലോസ് കരയുമ്പോഴേക്ക് മിണ്ടി പോകരുത്, എൻ്റെ മോളെ കൊല്ലാൻ നോക്കിയിട്ട് നീ നാണം ഉണ്ടായിരുന്നേക്കോടെ നിൽക്കാൻ എന്നൊക്കെ ചോദിക്കാണ്. ബൈജു, ആൻ്റെപ്പ എന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിൽ എന്തെങ്കിലും കൈയുണ്ടോ? അയ്യോ സാബ്, സത്യമായിട്ടും ഞങ്ങൾക്കൊരു കയ്യുമില്ല എന്ന് പറയുമ്പം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ പരാതി നൽകിയേക്കാം. റീത്താമ്മയുടെയും ഇവൻ്റെയും പേരിൽ എത്രയും പെട്ടെന്ന് കേസെടുത്ത് അന്വേഷിക്കണം എന്ന് പറയുമ്പോഴേക്കും പോലീസുകാർ ശരിയെന്നും പറഞ്ഞുകൊണ്ട് പൗലോസിനെ അവിടുന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുപോവാണ്. പൗലോസ് ആണെങ്കിലോ ആൻ്റപ്പൻ്റെയും ബൈജുനൊക്കെ നോക്കിക്കൊണ്ട് അവിടുന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. എങ്കിലും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ മോളത്തിൻ്റെ കൊല്ലാൻ അവളെ നോക്കിയില്ലോടാ. അവൻ പഠിച്ച കള്ളം തന്നെയാണെന്ന് അവധക്കുട്ടി പറയുമ്പോൾ ഇനി അവൻ പുറലോകം കാണില്ല. അപ്പച്ചൻ കണ്ടോ, അവൻ ഇപ്പം ജയിലിലേക്ക് പോട്ടെ. എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ട്. ഇവനല്ലോടാ കൊടുക്കേണ്ടത്. ഇതെല്ലാം പ്ലാൻ ചെയ്ത ഒരുത്തി ഉണ്ടല്ലോ, ആ റീത്താമ്മ, അവക്കിട്ടാ കൊടുക്കേണ്ടത് എന്ന് പറയാണ്. എല്ലാം കേട്ടുകൊണ്ട് അലീന മാറി നിൽക്കുന്നുണ്ട്. മോളൊന്നും പേടിക്കണ്ട, ഇനി എൻ്റെ മോക്കൊന്നും സംഭവിക്കാൻ ഈ പപ്പ സമ്മതിക്കില്ല എന്ന് പറയാണ്. ആൻ്റെ ഒപ്പം പറയുന്നുണ്ട്, സാബ് സത്യമായിട്ടും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പൗലോസ് 2-3 ദിവസമായിട്ട് നല്ല ഫോൺ വിളിയായിരുന്നു. ആരാന്ന് ചോദിച്ചപ്പോൾ അങ്ങ് അഞ്ജലി നിന്ന് പറയുകയും ചെയ്തു. പക്ഷെ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പൗലോസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ സ്റ്റാലി പറയുന്നുണ്ട്, റീത്താമ്മേനെ അറസ്റ്റ് ചെയ്തതിന് മുമ്പേ തന്നെ അവളെ എനിക്കൊന്ന് കാണണം. എൻ്റെ മോളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അവളുടെ പ്രതികാരം ഞാൻ തന്നെ ചെയ്യും. എന്നിട്ട് പോലീസിൽ അവളെ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറയുമ്പം പപ്പ അതൊന്നും വേണ്ട. സ്ത്രീകൾക്കെതിരെ കയ്യോങ്ങിയാൽ അത് ശിക്ഷാർഹമാണ്. നീയൊരു സ്ത്രീയല്ലേ, നിനക്ക് നേരെ അവരത് ചെയ്തില്ലേ? അപ്പോൾ ഇതിലൊന്നും തെറ്റൊന്നുമില്ല. എൻ്റെ മോളെ കൊല്ലാൻ നോക്കിയതാ. ആ ഡോക്ടർ പറഞ്ഞ് കേട്ടതല്ലേ? കുറച്ച് നിമിഷങ്ങൾ കൂടി മാറിപ്പോയെന്നെങ്കിൽ എൻ്റെ മോളുടെ ജീവൻ തന്നെ ഇല്ലാതായനെ. അതിന് കാരണക്കാരെ അവളെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീറ്റപ്പൊലി പോലെ നിൽക്കുകയാണ് നമ്മുടെ സ്റ്റാലി. അപ്പോഴേക്കും അതിനെ ഓടി വന്ന് പപ്പാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. മോള് വിഷമിക്കണ്ട, എൻ്റെ മോൾക്കൊന്നും സംഭവിക്കാൻ ഈ പപ്പ ജീവനുള്ളതെങ്ങനെ സമ്മതിക്കില്ല. എൻ്റെ മോള് അതോർത്ത് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയുമ്പം അവധക്കുട്ടി പറയാണ്, അതേ മോളെ, ഞങ്ങൾ ജീവനുള്ളപ്പം എൻ്റെ മോക്കിനി ഒന്നും സംഭവിക്കില്ല. അതിന് ഞങ്ങളെ സമ്മതിക്കില്ല. അവനെപ്പോലെ വിഷജന്തുക്കളെയൊക്കെ തിരിച്ച് കയറ്റാൻ പോയതാണ് നമ്മൾ ചെയ്ത് തെറ്റെന്ന് അവധക്കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാലിയും അവധക്കുട്ടിയും അവളെ സമാധാനിപ്പിക്കുകയാണ്. ഇനിയാണ് റീത്തമ്മയ്ക്കുള്ള വക കിട്ടാൻ പോകണത് കേട്ടോ. അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്ത് ഹൈപ്പും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.